വെൽക്കം ടു പ്രത്യാശ കോളേജ് ഓഫ് മൈൻഡ് മാനേജ്മെൻറ്റ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഡെവലപ്മെൻറ്റൽ സൈക്കോളജി ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ് എന്നൊരു ബുക്കിനെ കുറിച്ചാണ്. ഇതിൻ്റെ ഓതേഴ്സ് എന്ന് പറയുന്നത് ഡേവിഡ് ആർ ഷഫീർ ആൻഡ് കാതറിൻ കിപ്പ് എന്ന വ്യക്തികളാണ്. 8th എഡിഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് സെൻഗേജ് ലേണിംഗ് ആണ് 2010. ഈ ഒരു ബുക്കിൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ചൈൽഡ് ആൻഡ് അഡോളസൻറ്റ് ഡെവലപ്മെൻറ്റിനെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ആയിട്ട് ലിങ്ക് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഓവർവ്യൂ ആണ്. റീഡർ ഫ്രണ്ട്ലി ലാംഗ്വേജ് ആണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പാരൻറ്റിങ്, ടീച്ചിങ്, നേഴ്സിംഗ്, സൈക്കോളജി ഇതിനൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ഫൗണ്ടേഷണൽ നോളജ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്ലിക്കേഷൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള കോണ്ടൻ്റാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തിയറീസിനെ റിയൽ ലൈഫ് സെറ്റിങ്സ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡൈവേഴ്സ് ആയിട്ടുള്ള പ്രൊഫഷണൽ റോൾസിലിരിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്കിനി ഓതേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാലോ. ആദ്യത്തെ ഓതറാണ് ഡേവിഡ് ആർ ഷഫീർ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റാണ്. ഡെവലപ്മെൻറ്റൽ സയൻസിലാണ് അദ്ദേഹം കൂടുതലായിട്ടും സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ക്ലിയർ ആയിട്ടുള്ള എൻഗേജിങ് ആയിട്ടുള്ള റൈറ്റിംഗ് കൊണ്ട് തന്നെ ടീച്ചിങ് മെറ്റീരിയൽസ് എക്സസിബിൾ ആയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം ഒരുക്കിയിരിക്കുന്നത്. രണ്ടാമത്തെ ഓതറാണ് കാതറിൻ കിപ്പ്. ചൈൽഡ് ആൻഡ് അഡോളസൻറ്റ് സൈക്കോളജിയിലെ ഒരു എക്സ്പേർട്ടാണ് ഇദ്ദേഹം. സൈക്കോളജിയിലെ എഡ്യൂക്കേഷണൽ റിസോഴ്സസിന് ഒരു കോ ഓതറായിട്ട് ആക്ട് ചെയ്യുന്നൊരു വ്യക്തിയും കൂടിയാണ് ഇദ്ദേഹം. ഇനി ടെക്സ്റ്റ് ബുക്കിലെ കോണ്ടൻസിനെ കുറിച്ച് നമുക്ക് നോക്കിയാലോ. പാർട്ട് 1 തിയറി ആൻഡ് റിസർച്ച് ഇൻ ദ ഡെവലപ്മെൻറ്റ് സയൻസസ് ആണ് വരുന്നത്. അതിൽ ഡെവലപ്മെൻറ്റൽ സൈക്കോളജി, റിസർച്ച് സ്ട്രാറ്റജീസ് ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് പറയുന്നത്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് തിയറീസ് ആണ് രണ്ടാമത്തെ ഇതിൽ വരുന്നത്. പാർട്ട് 2 ഫൗണ്ടേഷൻസ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ് ഇതിൽ വരുന്നത്. ഹെറിഡിറ്ററി ഇൻഫ്ലുവൻസസ് ഓൺ ഡെവലപ്മെൻറ്റ്, പ്രിനേറ്റൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ബർത്ത്, ഇൻഫാൻസി, ഫിസിക്കൽ ഡെവലപ്മെൻറ്റിൽ ബ്രെയിൻ, ബോഡി, മോട്ടോർ സ്കിൽസ് ആൻഡ് സെക്ഷൽ ഡെവലപ്മെൻ്റ് ആണ് കവർ ചെയ്യുന്നത്. പാർട്ട് 3 വരുന്നതാണ് ലാംഗ്വേജ് ലേണിംഗ് ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്ക്. സബ് ടോപ്പിക്സ് ആയിട്ട് വരുന്നതാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, പിയാഷെയുടെ തിയറി, വൈഗോട്സ്കിയുടെ സോഷ്യോ കൾച്ചറൽ വ്യൂ പോയിൻറ്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് പെർസ്പെക്റ്റീവ്സ്, ഇൻ്റലിജൻസ്, ഡെവലപ്മെൻറ്റ് ഓഫ് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഇത്രയുമാണ് പാർട്ട് 3 കവർ ചെയ്യുന്നത്. പാർട്ട് 4 സോഷ്യൽ ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആണ് നോക്കുന്നത്. അതിൽ തന്നെ ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, ടെമ്പറാമെൻറ്റ്, അറ്റാച്ച്മെൻറ്റ്, ഡെവലപ്മെൻറ്റ് ഓഫ് ദി സെൽഫ്, സോഷ്യൽ കോഗ്നിഷൻ, സെക്സ് ഡിഫറൻസസ് ആൻഡ് ജെൻഡർ റോൾ ഡെവലപ്മെൻറ്റ്, എഗ്രഷൻ, ആൾട്രൂയിസം, മോറൽ ഡെവലപ്മെൻറ്റ് ഇത്രയുമാണ് നോക്കുന്നത്. പാർട്ട് 5 വരുന്നതാണ് ഇക്കോളജി ഓഫ് ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റിൻ്റെ കോണ്ടെക്സ്റ്റാണ് ഇതിൽ ശ്രദ്ധിക്കുന്നത്. ഇനി ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഫിസിക്കൽ, കോഗ്നിറ്റീവ്, സോഷ്യൽ ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള രീതിയിൽ കവർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഡെവലപ്മെൻറ്റൽ പ്രിൻസിപ്പിൾസ് റിയൽ ലൈഫ് റോൾസിലേക്ക് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. റീഡറിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. വിഷ്വൽ എയ്ഡ്സ് സച്ച് ആസ് ഇല്ലുസ്ട്രേഷൻസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കോംപ്ലക്സ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സിനെ സിംപ്ലിഫൈഡ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പും ചെയ്യുന്നുണ്ട്. ഇനി ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ സ്ട്രെങ്തസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഒരു ബ്രോഡ് ഓഡിയൻസിന് വേണ്ടിയിട്ട് കൺസൈസ് ലാംഗ്വേജ് ആണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. തിയറീസിനെ റിയൽ വേൾഡായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്.